السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സീരീസിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക്, അതായത് അവസാന ഘട്ടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നും കൂടിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാകും. അതായത് നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു, അങ്ങനെ വേർഡ്സുകളെ കുറിച്ച് പഠിച്ചു, പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു, പിന്നെ പസിലിൻ്റെ രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. പസിലൊക്കെ ചിലപ്പോൾ വരും. ഓക്കെ, പിന്നെ വേർഡ്സുകൾ ഇംഗ്ലീഷ്. അപ്പോൾ ഇനി നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ, ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, അതായത് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എങ്ങനെ, അതായത് ഒരു വേർഡ് തന്ന ഒരു സെൻറ്റൻസ്, ഒരു ജുംല, അറബി പറയുകയാണെങ്കിൽ ഒരു ജുംല എങ്ങനെ പരിപൂർണമായിട്ട് ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാൻ വേണമെങ്കിൽ അറബിയും കൂടിയും ചേർത്തിട്ട് ഞാൻ എടുത്തുതരാം ക്ലാസ്. അതാണ് സിമ്പിൾ എന്ന് തോന്നുന്നു. കാരണം നമുക്ക് എന്നാൽ പിന്നെ 2 ക്ലാസ്സിൽ മനസ്സിലാവും. അറബിക് ഗ്രാമറും നെഹ്വും പിന്നെ ഇംഗ്ലീഷ്, അതായത് എങ്ങനെ സെൻറ്റൻസ് രൂപപ്പെടുത്തുക എന്നുള്ളത്. അപ്പം എല്ലാവരും ഇത് വരും കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്ന ചോദ്യമാണ്, അതിനെ കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച സെൻറ്റൻസ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്, വേർഡ് തന്നിട്ട്. അപ്പോൾ എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞ മാതിരി ഇന്നലെ നമ്മൾ ഓരോ വേർഡ്സിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനാണ് പഠിച്ചത്. അതായത് ഒരു വേർഡ് തന്ന, അതായത് സണ്ണ് തന്ന എന്താ എഴുതും, അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക, ഒരു മരം അല്ലെങ്കിൽ കാറ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതാന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾ രാത്രിയാണ് നിങ്ങൾ ഇത് എഴുതി അയക്കാൻ പറഞ്ഞത്, നിങ്ങളാരും അയച്ചിട്ടില്ല. എല്ലാവരും ക്ലാസ്സിന് മുമ്പ് എഴുതി അയക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും എക്സസൈസ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ചെയ്ത് പഠിച്ചാലേ എന്താവുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്ന നമ്മൾ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കും അല്ലേ. നമ്മൾ സ്കൂളിൽ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിപ്പോൾ മാത്സിലാണെങ്കിൽ എക്സസൈസുകൾ, അതായത് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് അതിലേക്ക് ഒന്നും കൂടി ഉഷാറായി പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 2 ഇതിനെക്കുറിച്ച് എഴുതി വരാൻ പറഞ്ഞത്. ഓക്കെ, 4-5 വരെ എഴുതിയാൽ മതിയെന്നു. ഇന്നും അതേപോലെ വേറെ 2 എഴുതാൻ തരാം. പിന്നെ നമ്മൾ ഇന്നെടുക്കുന്ന ക്ലാസ്സിൽ സെൻറ്റൻസ് മേക്കിംഗ് ഉണ്ടാവും. അപ്പോൾ സെൻറ്റൻസ് മേക്കിങ്ങിന് വേണ്ട കുറച്ച് ഉദാഹരണങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ എന്തുണ്ടാവും, അതിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനറൽ നോളജിൽ ചെറിയൊരു ഇതുണ്ട്. ഞാൻ കേരളത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പം നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് എന്നായിരുന്നു. അത് പാലക്കാട് മാറി കുറേ കാലം, അതായത് ഇക്കൊല്ലോ വരെ പാലക്കാടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. കാരണം ആദ്യം കഴിഞ്ഞൊല്ലൊക്കെ പാലക്കാടായിരുന്നു ഏറ്റവും വലിയ ജില്ല. പിന്നെ എറണാകുളത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, എറണാകുളത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മളെ ഇടുക്കീൻ്റെ ഇതിലേക്ക് ചേർത്തു. അതായത് എറണാകുളം ജില്ലേൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലേക്ക് ചേർത്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഞാൻ അത് തിരുത്തതാക്കുന്നു കേട്ടോ, തിരുത്തി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് തിരുത്തട്ടോ. ഓക്കെ, ഞാൻ ക്ഷമ വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇംഗ്ലീഷിലുള്ള പ്രധാനപ്പെട്ട പഠിച്ചു. അതായത് നമ്മൾ വേർഡ്സ് എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ചെയ്താന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് അറിയുന്ന പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ വേർഡ്സുകൾ, അതായത് പൊതുവായി ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകൾ പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് വായിക്കട്ടോ, ഉഷാറായി വായിക്കണം. ഞാൻ ഓൺലൈൻ ക്ലാസ് ആക്കിയിട്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തിരക്കിലായത് കൊണ്ടാണ്. അപ്പോൾ വേർഡ്സുകൾ കൃത്യമായിട്ട് അറിയുന്ന, അതായത് ബേസിക് ആയിട്ടുള്ള വേർഡ്സുകൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചിലപ്പോൾ സെൻറ്റൻസ്, ഞാൻ ഇനി എടുക്കാൻ പോകുന്ന സെൻറ്റൻസ് മേക്കിങ്ങിൽ ചിലപ്പോൾ ബ്രാക്കറ്റിലുള്ളതിന് എടുത്ത് എഴുതാനൊക്കെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മദ്രസ നിങ്ങൾ നോക്കി പോകുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു. മദ്രസത്തെ നമുക്ക് ശനിയാഴ്ച മുതൽ മദ്രസ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മദ്രസേനെ എന്തൊക്കെ നോക്കേണ്ടത് വെച്ചാൽ, എല്ലാവർക്കും അറിയുന്ന മാതിരി ഒന്ന് മദ്രസ ലിസാന് മുഖ്യമാണ്. ലിസാന്, പിന്നെ താരീഖ് നമുക്കറിയാം. കുറേ നബിമാരെ ചരിത്രം അതുണ്ടാവും. നബിമാരെ, അത് തീയതികളും കാര്യങ്ങളൊക്കെ പഠിച്ചേക്കാം. അത് നമ്മൾ ഷോർട്ടായിട്ട് ലിസ്റ്റ് ചെയ്യുക, ഒരു ക്ലാസ് എടുക്കാം.
പിന്നെ എന്ത് ഫിക്കിങ് പൊതുവെ അറിയുന്നതായിരിക്കും. എന്ത് നിസ്കാരത്തിന് ചേർത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ അതൊക്കെ എന്താണ് കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്ന ദിക്റുകൾ. ഓക്കെ, വജ്ജഹത്തു, പിന്നെ കുനൂത്ത്, അത്തഹിയാത്ത്, പിന്നെ ഈ ഇവിടെയൊക്കെ ചൊല്ലേണ്ട ദിക്റുകൾ, പിന്നെ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റ് അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. അതൊക്കെ പഠിച്ചിരിക്കും. അതൊക്കെ എന്തൊക്കെ റിവൈൻഡ് ചെയ്യുക. ഞാൻ എന്താവും അതൊക്കെ ഇന്ന് മുതൽ എന്താക്കും ഓരോന്ന് ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒന്ന് ചെയ്യാനുള്ളത് നമ്മൾ സെൻറ്റൻസ് ഡിസ്ക്രിപ്ഷൻ പഠിച്ചല്ലോ, വേർഡ്സ് ഡിസ്ക്രിപ്ഷൻ. അതിന് 2 ഇന്നും ഉദാഹരണം തരും. ടോട്ടൽ ഇപ്പോൾ 4 നമ്മൾ എഴുതും. പിന്നെ ഇന്ന് എടുക്കാൻ പോകുന്ന ഗ്രാമറിന് നമ്മളുണ്ടാവും 3 ഉദാഹരണം തരും. അതുപോലെ തന്നെ എന്ത് അതിനുള്ളത് ഇനി നമ്മൾ അലംതറ കൈഫ് വരെയാണ് ഇന്ന് പഠിച്ചു തരാൻ പറഞ്ഞത്. ഓക്കെ, നാളെ ലീലാഫി ഖുറൈശും ഇനി അറായിറ്റും പഠിച്ചു തരാം. ഓക്കെ, സിമ്പിൾ സുഹൃത്തുക്കളാണല്ലോ പറയുന്നത്, അതും പഠിക്കുക. പിന്നെ വജ്ജഹത്തും പഠിച്ചു തരാം. ഓക്കെ, നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ പക്കയാക്കി പോകണം. ഓക്കെ, ഡൗട്ട് കണ്ട് ക്ലിയർ ചെയ്തുക. പിന്നത്തെ ക്ലാസ് അറിയുന്നതാണ് പൊതുവായി നമ്മൾ എങ്ങനെ ഒരു ഇംഗ്ലീഷിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാം നോക്കിയോ. നമ്മൾ സെൻറ്റൻസിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്ജക്റ്റ് എന്താ പഠിക്കും. അതായത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് രൂപപ്പെടുത്തുക. അപ്പം ഒരു സെൻറ്റൻസ് രൂപപ്പെടുത്തുമ്പോൾ ഉള്ള 3 പ്രധാനം, അതായത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫായില്, വെർബ് എന്ന് വെച്ചാൽ എന്താ ഫെയില്, ഒബ്ജക്റ്റ് എന്ന് വെച്ചത് മഫൂല്. ഫീല്, ഫായില്, മഫൂല് നിങ്ങൾ ഇതിൽ പഠിച്ചിരിക്കും, അറബി പഠിച്ചിരിക്കും, ലിസാനിൽ പഠിച്ചിരിക്കും. ഓക്കെ, അപ്പം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ഒന്നാമത്തെ സബ്ജക്റ്റ് എന്താണെന്നാണ്. സിമ്പിളാണ്. സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പേഴ്സൺ, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ചിന്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. ദാറ്റ് എന്താവുന്നു ദ സെൻറ്റൻസ് ഈസ് അബൌട്ട്. ഒരു ആ സെൻറ്റൻസ് രൂപപ്പെടുത്തിയത് ചിലപ്പോൾ ഒരാളെ മേലിലായിരിക്കും. അതായത് ആ സെൻറ്റൻസ് രൂപപ്പെട്ടത് ഒരാളെ മേലിലിരിക്കും. അതായത് ഫായിൽ നമ്മൾ പറയും, അറബിയിൽ ഫായിൽ എന്ന് പറയാം. അതായത് ഒരു പ്രവൃത്തി ചെയ്തയാൾ. അതായത് ഞാൻ കരീമിനെ അടിച്ചു പറഞ്ഞാൽ ആടെ ഫായിൽ ആരാണ്? ഞാൻ കരീമിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദ പേഴ്സൺ. ഒരു പേഴ്സൺ അല്ല തിങ്ക് എന്തെങ്കിലും ഇരിക്കും, ഏതെങ്കിലും ഒന്നിരിക്കും. അപ്പോൾ ഇവിടെ പേഴ്സൺ എന്ന് വെച്ചാൽ ഞാൻ എന്നാണ്, ഞാനുള്ളതാണ് പേഴ്സൺ. ഓക്കെ, അല്ലെ തിങ്കോ പേഴ്സണോ അല്ലല്ലോ. ഈ തിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വസ്തുവോ അല്ലെങ്കിൽ ഐഡിയോ അല്ല ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു ഐഡിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. അതാണ് ആ സെൻറ്റൻസിന് കാരണം. ആ സെൻറ്റൻസ് അതിന്മേലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഞാൻ അടിച്ചു എന്നുള്ള കാരണത്താലാണ് ഞാൻ കരീമിനെ അടിച്ചു. അപ്പം ഇവിടെ ആരാ സബ്ജക്റ്റ്? ഈ ഒരു സെൻറ്റൻസ് ആരെ മേലെ അറിയിക്കുന്നത്? ഞാൻ എന്നുള്ളൊരു വ്യക്തിയുടെ മേലാണ്. ഞാനാണ് സബ്ജക്റ്റ്. ഓക്കെ, ഉദാഹരണ ശേഷം പറയുന്നുണ്ട്, സിമ്പിളായിട്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ കരീമിനെ അടിച്ചു വെച്ചാൽ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഞാനാണ്. ഓക്കെ, സബ്ജക്റ്റ് ഞാനാണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ അറബി പഠിച്ചില്ല ഫായിൽ എന്താണ്. അപ്പം ഫായിൽ. ഓക്കെ, ഫായിലാണ് ഫായിൽ നിന്നാണ് സബ്ജക്റ്റിനെ പറയുക. ഓക്കെ, നമ്മളെന്താക്കും ഫായിലിന് എന്തിനു പറയും? സബ്ജക്റ്റിന് പറയും. ഫായിൽ. ഓക്കെ, ഇത് സിമ്പിളാണ്. നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്, അവനോണ്ടൊന്നും മനസ്സിലായി. അപ്പോൾ ഞാൻ അറബി ചേർത്ത് പോകുന്നത് വെച്ചാൽ അതായത് ലറബ്തു അല്ലേ, ലറബ അറബിയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ലറബ ഹാരിസുൻ ഇസ്മായില. ഓക്കെ, ലറബ ഹാരിസുൻ. അപ്പോൾ ഇവിടെ ലമ്മായിരിക്കും, ഫായിലിന് എപ്പോഴും ലമ്മായിരിക്കും. അറബിയിൽ നോക്കുകയാണെങ്കിൽ ഫായിലിന് എപ്പോഴും ലമ്മായിരിക്കും. മഫൂലിന് എപ്പോഴും എന്തായിരിക്കും? ഫത്തഹായിരിക്കും. ഓക്കെ, അത് നോക്കാം. അപ്പോൾ ലറബ അടിച്ചെന്താണ്? ഒരു ഫീലാണ്, ഒരു പ്രവർത്തനമാണ്. ഹാരിസ് അടിച്ചു ആരെ? ഇസ്മായിലിനെ അടിച്ചു. അപ്പോൾ അതേപോലെ അപ്പോൾ ഇവിടെ ഏതാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫായിൽ ഏതാണ്? നമ്മളെ ഹാരിസ് എന്നുള്ളതാണ്. ഓക്കെ, ഹാരിസാണ് ഇവിടെ പ്രവർത്തനം ചെയ്തത്. അതിനെക്കൊണ്ട് ഈ ഒരു സെൻറ്റൻസ് ആരെ മേലാണ് അറിയിക്കുന്നത്? അതാണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, തെറ്റിപ്പോരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറബിയിൽ വെക്കുകയാണെങ്കിൽ
അപ്പോൾ ഫായിൽ നിന്ന് എന്താക്കുക മനസ്സിലാക്കുക, സബ്ജക്റ്റ് ഉള്ളത് ഫായിൽ. അപ്പോൾ ലറബ ഹാരിസുൻ ഇസ്മായില. ഓക്കെ ഇല്ല വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നസറ ലറബ എന്ന് വെച്ചാൽ അടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നസറ സഹായിച്ചു, അല്ലെങ്കിൽ എന്ത് കത്തല ജയ്ഷുൻ സൈന്യം കൊന്നു, അതെ ഇൻസാന മനുഷ്യന്മാരെ. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് എന്താ കാര്യങ്ങളാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഫായിൽ എന്നുള്ളത് എന്താണ് സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സബ്ജക്റ്റ് എപ്പോൾ എന്തായാലും ഒരാളോ ഒരു പ്രവർത്തനം എന്തായാലും ആവില്ല, ഒരു ഫീൽ എന്തായാലും ഒരു അടിച്ചു എന്നൊരിക്കലും എന്തായാലും സബ്ജക്റ്റ് ആവില്ല. അപ്പോൾ ലാരിബ് എന്ന് വേണം പറയും. ലാരിബ് എന്ന് വെച്ചാൽ അടിക്കുന്നവൻ, ലറബ ലാരിബ് എന്നടിക്കും, അടിക്കുന്നവൻ അടിച്ചു എന്ന് വേണം പറയും. അപ്പോൾ ഫായിലുള്ളത് ഒരാൾ അല്ലെങ്കിൽ തിങ്ക് വസ്തു, അതായത് ഇപ്പോൾ ആനിമലും ആവാം. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫായിൽ പറയുമ്പോൾ എന്താവും മനുഷ്യനാവാം, മൃഗമാവാം, പിന്നെ ആരാവാം ഇതിൽ വസ്തുക്കളാവാം. ഓക്കെ, എന്തെങ്കിലും ഐഡിയോ ചിന്തയോ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ ഇതൊക്കെയാണ് ഫായിലായിട്ട് വരിക. ഓക്കെ, അല്ലാണ്ട് നമ്മളെന്ത് ഒരു പ്രവർത്തനം ഉണ്ടാവില്ല, ഒരിക്കലും ഒരു ഫായിലല്ല, അത് ഫീലാണ്. ഓക്കെ, അപ്പോൾ എന്താക്കുക ഇതിൽ പ്രധാനപ്പെട്ട എന്താണ് സബ്ജക്റ്റ്. അപ്പോൾ ഒരു വേർഡ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട എന്തുണ്ട് ഒരു വേർഡ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് സബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത്, അതായത് 3 കാര്യങ്ങളാണുള്ളതെന്ന് പഠിച്ചു. എന്തൊക്കെ? ഓക്കെ, നമ്മളിപ്പോൾ എന്താ പഠിച്ചു? സബ്ജക്റ്റ് എന്താ പഠിച്ചു, വെർബ് എന്താ പഠിക്കും, ഒബ്ജക്റ്റ്. ഇത് 3ഉം എന്തുകൊണ്ടാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സബ്ജക്റ്റ് എന്താ പഠിച്ചു, എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്? ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസിൻ്റെ ഒരാളെ മേലെ അറിയിക്കും, അതിനാണ് സബ്ജക്റ്റ്, ഫായിൽ. അതിന് നമ്മൾ അറബിയിൽ ഫായിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി വെർബ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രവർത്തനം. ഓക്കെ, ഒരു പ്രവർത്തനം, അതിന് നമ്മൾ അറബിയിൽ ഫെയിൽ എന്ന് പറയും. ഓക്കെ, ഫെയിൽ എന്ന് പറയും. ഓക്കെ, അപ്പം ഫെയിൽ എന്ന് പറയും. അപ്പം ഒരു പ്രവർത്തനം, അതായത് ദ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ദാറ്റ് സബ്ജക്റ്റ് പെർഫോമൻസ്. അതായത് ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ പ്രവർത്തനം, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം, അതെന്താക്കുന്നു ആ സബ്ജക്റ്റിൻ്റെ പെർഫോമൻസിനെ നമ്മൾ അറിയിക്കുന്നു. അതായത് ഒരു ഫായിലിൻ്റെ പ്രവർത്തനത്തെ അറിയിക്കുന്നുണ്ട്, ആ ഫായിലിൻ്റെ പ്രവർത്തനത്തെ അറിയിക്കുന്നതാണ് ഫീൽ എന്ന് പറയുക. അതായത് ലറബ നമ്മൾ പറഞ്ഞല്ലോ, ലറബ കളർ സുഖമില്ല ഉണ്ടല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചു, അറബി പറയാണ് ഇത് ഫീൽ കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ഉദാഹരണം നമ്മൾ ലാസ്റ്റ് പറയാം. ലറബ ഹാരിസ് എന്ന് പറഞ്ഞു, പിന്നെ ഇസ്മായില. ഓക്കെ, ഓക്കെ, ഇവിടെ ഇതാണ് വെർബ് എന്ന് പറയുന്നത്. അതായത് ഫീല് പ്രവർത്തനം. അതായത് ഹാരിസ് പ്രവർത്തിച്ചു, ഹാരിസ് ഒരു ബന്ധമല്ലേ. ഇവിടെ ഹാരിസ് അടിച്ചു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അതായത് നമ്മളെ ഫായിൽ എന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹാരിസാണ്. ആ ഹാരിസിൻ്റെ പെർഫോമൻസ് ആണ് അടിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ഹാരിസിൻ്റെ ഒരു ആക്ഷനാണ് ലറബ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ അതെന്താക്കുന്നു, അത് സബ്ജക്റ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് കാഴ്ചവെക്കുന്നു. അതായത് ലറബ ഹാരിസ് അടിച്ചു. അപ്പോൾ ഇവിടെ ഏറ്റവും ഹാരിസുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതാണ് ലറബ എന്നുള്ളത്. അപ്പോൾ ഹാരിസിൻ്റെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു എന്നുള്ളത്, അതിനാണ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് അറബിയിൽ ഫെയിൽ എന്ന് പറയും. അപ്പം അറബിയിൽ നമ്മളെന്താ പറയുക, ഫെയിൽ, ഫായിൽ, മഫൂൽ എന്നുള്ള പറയാം. അപ്പം പ്രധാനപ്പെട്ട ഒന്നാണ് 1 മിനിറ്റ്. പോയി 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഫെയില്, ഇതാണ് ഫെയിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഒരു കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം, അതെന്താണ് സബ്ജക്റ്റിൻ്റെ പെർഫോംസ് അനുസരിച്ച് ഉയർന്നു വരുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞു, ലറബ ഹാരിസുൻ
ലറബ ഹാരിസ് ഇസ്മായിൽ അല്ലെ ലറബ ഹാരിസും സെയ്ദ് എന്ന് പറഞ്ഞാൽ എന്തായി അവിടെ ലറബ എന്നുള്ളത് എന്താണ്? അതാണ് ഫേല് അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. അതായത് അതെന്താകുന്നു? ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഫേല് ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ വെർബ് ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന് നമുക്ക് ഇംഗ്ലീഷിന് ഉദാഹരണം ലാസ്റ്റാണ്. ഈ അറബിയായി ചേർത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാണ്. കാരണം നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? മദ്രസത്തെ ലിസാനിൽ എന്ത് ഫേല് ഫാല് മഫൂലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ സിമ്പിളാക്കി മനസ്സിലാക്കാനുണ്ട് ഞാൻ അറബിയും ചേർത്ത് പറയുന്നത്. എന്നാൽ പിന്നെ വേറെ ക്ലാസ് എടുക്കണല്ലോ. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇത് അറബി നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫെയില് വെർബ് എന്നുള്ളത് എന്താണ്? ഒരു ഫെയിൽ പ്രവർത്തനം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഈ പ്രവർത്തനം അല്ലെ ക്രിയ എന്നാണ് മലയാള പദം. ക്രിയ അല്ലെ പ്രവർത്തനം. ഓക്കെ, അപ്പം എന്ത് വെർബ് എന്ത്? ലറബ അല്ലെ നസറ, ലറബ അല്ലെങ്കിൽ നസറ അല്ലെങ്കിൽ കത്തല. നിങ്ങൾ എന്ത് വേറെ എന്തൊക്കെയാ പറയല്ലോ? കത്തല കൊന്നു, നസറ സഹായിച്ചു, ലറബ പിന്നെന്താ? അങ്ങനെ കുറച്ച് ഇത് അറിയാലോ. ഇങ്ങനത്തെ കുറച്ച് ഉദാഹരണം പഠിച്ചാൽ എന്താ? എന്ത്? നസറ സഹായിച്ചു അല്ലെങ്കിൽ ലറബ അടിച്ചു, കത്തല കൊന്നു. അപ്പോൾ ഇതുമായിട്ട് ചിലപ്പോൾ വേർഡ് ഉണ്ടാക്കാൻ അറിയുമ്പോൾ എന്താവും? ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തരിക. മദ്രസയുമായി ബന്ധപ്പെട്ട സിമ്പിൾ വേർഡ്സ്. ഇപ്പോൾ എന്താ കൂടുന്നില്ല, നിങ്ങൾ മദ്രസത്തെ നോക്കി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് അങ്ങനത്തെ കുറച്ച് വേർഡ്സുകൾ പഠിച്ചു വെക്കുക. അപ്പം എന്തിനാ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ പറയും. അപ്പോൾ എന്താ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെന്താണ്ട് ശബ്ദരാകരുത്, നമ്മൾ എഴുതാണ്ടിരിക്കാൻ പറ്റരുത്. കാരണം നമുക്ക് വേർഡ്സുകൾ അറിയില്ല. അപ്പോൾ എന്താക്കണം? നമ്മൾ കുറച്ച് വേർഡ്സുകൾ കാണാൻ പഠിക്കണം. നിങ്ങൾക്ക് അറിയില്ല, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും? വാതിലൊരു സബ്ജക്റ്റാണ്. ഇതൊരു ഇസ്മ എന്നാണ് പറയുക. എന്ത്? പ്രവർത്തനമല്ല, ഒരു പ്രവർത്തനത്തെ അറിയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, എന്തെങ്കിലും തിങ്കോ അല്ലെ ഐഡിയാസ്. അതായത് മനുഷ്യന് ഉൾപ്പെടും. സബ്ജക്റ്റിൽ മനുഷ്യന് ഉൾപ്പെടും. എന്ത് ഉൾപ്പെടും? മൃഗം, ഫീൽ, ആന. പിന്നെ കടുവക്ക് എന്താ പറയുക? ഷീർ സിംഹം. പിന്നെ പശുവിനെന്താ? ബക്കറ. പിന്നെ എന്ത്? അങ്ങനത്തെ എന്താ പഠിച്ചേക്കുക കുറച്ച്. എന്ത്? മനുഷ്യൻ അല്ലെങ്കിൽ ഇസ്മപരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടല്ലോ. ലബിന്, കട്ട, ബാബു, വാതിൽ, അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ. ഓക്കെ, ആക്കാണ് സബ്ജക്റ്റ്. എവിടെ പറഞ്ഞില്ല നമ്മൾ സബ്ജക്റ്റ്? നേരത്തെ പറഞ്ഞ സബ്ജക്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടും? സബ്ജക്റ്റിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസാൻ മനുഷ്യന്, ഹയവാന് മൃഗങ്ങൾ, പിന്നെ എന്ത്? അഷിയ വസ്തുക്കൾ. അഷിയ എന്ന് പറയാം വസ്തുക്കൾ. ബാബ്, ലബിന് കട്ട, കലമ് പെന്ന്, അങ്ങനെ എന്ത്? ഹയവാൻ എന്ത്? ബക്കറത്ത്. പിന്നെന്ത്? ഷീർ. വേറെ എന്തൊക്കെ ഉണ്ട്? ഓടുന്നില്ല. എന്താണ് ഒട്ടകത്തിന് പറയാ? അപ്പം ഇങ്ങനെ കുറച്ച് ഇൻസാനിൽ എന്ത്? ഇപ്പം മനുഷ്യന് ഇപ്പം നമ്മൾ എന്താണ് ആൾക്കാരെ പേര് സെയ്ദ്, അംബ്ര, അങ്ങനെ കുറച്ച് ആൾക്കാരെ പേര് പഠിച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് പറഞ്ഞു. ഇനി നമ്മളെന്ത് വെർബ് നോക്കുകയാണെങ്കിൽ വെർബിൽ നമ്മളെന്താവും? കുറച്ച് നസറ, കത്തല, ലറബ. ഇംഗ്ലീഷിൽ നമ്മൾ ലാസ്റ്റ് വരാം കേട്ടോ. ഫീൽ കേട്ടോ. വെർബുള്ളത് ഫീലാണ്. വെർബ് എന്താ വേറെ വേണം? വേറെ 1 മിനിറ്റ്. കുറേ ഉണ്ടോ? അതുണ്ടാവും. കുറേ ഉദാഹരണങ്ങളുണ്ട്. നോക്കട്ടെ. ഓക്കെ. അപ്പോൾ കുറേ അങ്ങനത്തെ കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു. നമ്മൾ മദ്രസ ലിസാനിലൊക്കെ നോക്കിയാൽ എന്ത് കിട്ടും? ഞാൻ ചോദിച്ചാൽ മതി. ജാല, അങ്ങനത്തെ കുറച്ച് ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിച്ചു വെക്കുക. ഓക്കെ, അറബിയിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള. ഓക്കെ, മലയാളത്തിൽ വെർബിന് ക്രിയ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഇത് 2 എണ്ണം. പിന്നെ നമുക്ക് മഫൂൽ പഠിക്കാണ്ട്. ഫീലും ഫായിലും പഠിച്ചല്ലോ.
മഫൂൽ എന്താണ്? മസ്റ്റ്. മഫൂൽ എന്താണ്? പ്രധാനം പഠിക്കേണ്ടതാണ് മഫൂൽ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത അപ്പോൾ രണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായെന്ന് ചോദിക്കുന്നു, വെർബ് എന്താ മനസ്സിലായിരിക്കുന്നു. ഇനി നമ്മൾ ഒബ്ജക്റ്റ് എന്താ പഠിക്കണം. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തനം ഒരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യത്തിൻ്റെ മേലാണ് പ്രവർത്തിക്കുക. അതായത് ഞാനിപ്പോൾ അടിക്കുന്നത്, ഇപ്പോൾ ഞാൻ അടിക്കുന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളെ മേലാണ് അടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ലറബ റമീസുൻ ഇസ്മായില, റമീസ് അടിച്ചു. ഓക്കെ, ആ അടി എന്നുള്ള പ്രയോഗം ഒരാളെ മേലാണ് പ്രയോഗിക്കുന്നത്. ആ ഇസ്മായിലിൻ്റെ മേലാണ് നമ്മൾ അടിക്കുന്നത്. ആ എന്തിൻ്റെ മേലാണ് നമ്മൾ പ്രവർത്തനത്തെ ചെയ്യുന്നത്? ആ പ്രവർത്തനം എന്തിൻ്റെ മുകളിലാണ് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നത്? ആ സാധനത്തിനാണ് മഫൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മഫൂൽ നമ്മൾ അറബി പറയും എന്തിന്? ഒബ്ജക്റ്റിന്. അതായത് ദ പേഴ്സൺ തിങ്ക് ഓർ ഐഡിയ ദാറ്റ് റിസീവ് ദ ആക്ഷൻ ദ വെർബ്. നമ്മൾ അടി എന്നുള്ളൊരു ആക്ഷനില്ലേ, ആ ആക്ഷനെ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഒരു പേഴ്സണോ അല്ലെങ്കിൽ തിങ്ക് ഓർ ഐഡിയ, എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും കാര്യങ്ങൾ, ഐഡിയാസോ, എന്തായാലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു വസ്തുവോ സ്വീകരിക്കുന്നു. എന്തിനെ സ്വീകരിക്കുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ദ ആക്ഷൻ ഓഫ് ദി വെർബ്, ആ വെർബിൻ്റെ ആക്ഷൻ. അത് ആക്ഷൻ ഓഫ് ദി വെർബ് ആ ലറബ നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞൊരു ആക്ഷനില്ലേ, ആ അടി എന്നുള്ളൊരു ആക്ഷനെ, ആ അടി ആരാ സ്വീകരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ലറബ ഹാരിസുൻ ഇസ്മായില എന്ന് പറയുമ്പോൾ ഇസ്മായിലാണോ എന്തിനെ സ്വീകരിക്കുന്നത്? ആ അടിയെ സ്വീകരിക്കുന്നത്. ആ അടിച്ചവൻ, ആ അടിയെ പ്രവർത്തിച്ചവൻ ആരാണ്? ആ അടിയെ ഫായിൽ ചെയ്തത് ആരാണ്? ഹാരിസ് ആണെങ്കിലും ആ ലറബ ആ അടിയെ ഏറ്റുവാങ്ങിയ ആൾ മഫൂൽ എന്ന് പറയും. അതാണ് ഇസ്മായിൽ എന്ന് പറയും. ഇവിടെ നമ്മൾ ഇസ്മായിലാണ് എന്ത് ഒബ്ജക്റ്റ്. അപ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ദ പേഴ്സൺ തിങ്ക്, ഒരു പേഴ്സൺ തിങ്ക് ഒരു ഐഡിയ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി എന്തെങ്കിലും ഐഡിയോളജിയോ അതെന്താക്കുന്നു? അത് വെർബിൻ്റെ ആക്ഷന്, വെർബ് എന്ന ആക്ഷനെ സ്വീകരിക്കുന്നു. അപ്പോൾ ലറബാന്ന് അടിച്ചു എന്നുള്ള ഒരു ആക്ഷൻ ആരാ സ്വീകരിക്കുന്നത്? ആരാണ്? ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിവിടെ ഉദാഹരണത്തെ പറഞ്ഞാൽ ഇസ്മായിൽ എന്നുള്ള മഫൂലാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ആ അടി എന്നുള്ള ഒരു ആക്ഷനെ നമ്മൾ വെർബ് എന്ന് പറയും. ആ അടിക്കുന്ന ആൾ, ആ ആക്ഷൻ ചെയ്യുന്ന, ഈ അടി എന്നുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളെ ഫായിൽ എന്ന് പറയും. ഹാരിസാണ് ഇവിടെ ഫായിൽ. ആ അടി എന്നുള്ള ആക്ഷനെ സ്വീകരിക്കുന്ന ആരാണ്? ഇസ്മായിൽ. മൂപ്പർക്ക് ഒബ്ജക്റ്റ് മഫൂൽ എന്ന് പറയും. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടുള്ളതാണ്. അതായത് ഇതിന് ലറബ എന്നുള്ളത് നമ്മൾ എന്ത് പറയും? ലറബ വെർബ്, ഇത് സബ്ജക്റ്റ്, ഇത് ഒബ്ജക്റ്റ്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, ഉദാഹരണം എഴുതി കാണിച്ച ഇസ്മായില, ഇത് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് കേട്ടോ, ലറബ എന്നുള്ള പ്രവർത്തനം, ഒരു ആക്ഷന് വെർബ്, ആക്ഷന് ഫീൽ എന്ന് പറയും. ഫീൽ. ഹാരിസ് എന്നുള്ള ആ ഒരു ആക്ഷൻ ചെയ്ത ആൾ, ആ ആക്ഷനെ പ്രവർത്തിച്ച ആൾ ഫായിൽ. മനസ്സിലാക്കണം, ഫായിൽ. ആ ആക്ഷനെ പ്രവർത്തിച്ച ആളാണ് ഫായിൽ. ഓക്കെ, ആക്ഷൻ റിസീവ് ചെയ്ത ആളാണ്. ഇവിടെ വന്നില്ല, റിസീവ് ചെയ്ത ആളാണ് ഇസ്മായിൽ. അതായത് ഒരു ആക്ഷൻ, ആ വെർബിൻ്റെ ആക്ഷൻ ഞാൻ അടിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ അടിയെ സ്വീകരിച്ച ഒരാളുണ്ടാവുമല്ലോ. ഞാൻ വെറുതെ അടിക്കില്ലല്ലോ. ഞാനിപ്പോൾ ടേബിളിൻ്റെ മുകളിൽ അടിച്ചു പറഞ്ഞാൽ ലറബ റമീസിൻ അലൽ തോവിലെത്തി, മേശയുടെ മേലെ അടിച്ചു എന്നുള്ള കൂട്ടിക്കോ. അപ്പം ഞാൻ അടിച്ചു, എന്തിനു മുകളിൽ? ആ അടിയെ സ്വീകരിച്ച ആരാണ്? തോവിലത്തും, മേശയാണ്. തോവിലത്തു തന്നെയല്ലേ, മേശയാണ്. അപ്പം അപ്പോൾ ഇതാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ ഉദാഹരണം നോക്കും. അതായത് നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്കെ, ദ ക്യാറ്റ് സാറ്റ് ഓൺ ദി മാറ്റ്. ദ ക്യാറ്റ് ദ ക്യാറ്റ് ഇത് പൂച്ച സാറ്റ് ഓൺ ദി മാറ്റ്, എന്തിനെ മുകളിൽ ഒളിച്ചു? മാറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചു എന്ന് കൂട്ടിക്കോ. ഇതൊരു ഉദാഹരണമാണ്. ദ ക്യാറ്റ് സാറ്റ് ഓൺ ദി മാറ്റ്. ഇവിടെ നമ്മൾ ഏതൊക്കെ നോക്കും? ദ ക്യാറ്റ് എന്നുള്ളത് സബ്ജക്റ്റാണ് അല്ലേ. ആ ഒളിച്ചത് ആരാണ്? ആ ഒളി എന്നുള്ള പ്രവർത്തനം ചെയ്ത ആരാണ്? പൂച്ചയാണ്. ഇത് സബ്ജക്റ്റ് അവിടെ ഉണ്ടല്ലോ അല്ലേ.
വെറുതെ എഴുതുന്നു. ഓക്കെ, ഒളി എന്നുള്ള പ്രവർത്തനം ചെയ്ത ആരാണ്? സാറ്റ്. അപ്പോൾ നമ്മൾ അതിന് ഫായിൽ എന്ന് പറയും, അറബിയിൽ ഫായിൽ എന്ന് പറയും. ഓക്കെ, ഇനി സാറ്റ് എന്താ ചെയ്തത്? പൂച്ച എന്താ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പേരെന്താ? സാറ്റ്, ഒളിച്ചു എന്നുള്ളതാണ്. അത് വെർബാണ് അല്ലേ? പൂച്ച ഒളിച്ചുകൊണ്ടല്ലേ പൂച്ചയുടെ ഒളി എന്നുള്ള പ്രക്രിയ, ആ ക്രിയയാണ്. ആ പ്രവർത്തനത്തിന് നമ്മൾ എന്താ പറയും? ഫേല് എന്ന് പറയും, എയിൽ പറയും, അറബിയിൽ പറയും. ഓക്കെ, ഒളിക്കാനൊരു സ്ഥലം വേണ്ടേ അല്ലേ? ഒളിക്കാനൊരു സ്ഥലം വേണം അല്ലേ? അതായത് ആ ഒരു ഒളിച്ച ഒരു ആക്ഷന് എവിടെയാ പോയി ചെയ്യുന്നത്? ഒളിക്കാനൊരു ഇടം, ഒരു എന്താണ്? മാറ്റ് എന്നുള്ളതാണ്, ഒബ്ജക്റ്റാണ്. ഓക്കെ, അതിന് മഫൂൽ എന്ന് പറയും. ഓക്കെ, മഫൂൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഉണ്ടല്ലേ, ദ ക്യാറ്റ് ആണ് ഫായിൽ. പൂച്ച ആണെന്ത്? പൂച്ച ഒളിച്ചു അവിടെ എന്താ ഒരു പൂർണ്ണമായിട്ട് സെൻറ്റൻസ് നമുക്ക് കിട്ടുന്നില്ല. ദ ക്യാറ്റ് സാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂച്ച ഒളിച്ചു. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചോദ്യം ചോദിക്കും, എവിടെ ഒളിച്ചു, എങ്ങനെ ഒളിച്ചു എന്നൊക്കെ ചോദിച്ചാലോ. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ അറബി പറയുന്ന ജുംലത്തുൽ മുഫീദ, പരിപൂർണമായ ജുംല, ഒരു സെൻറ്റൻസ്. ഓക്കെ, പരിപൂർണമായ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ഫുൾ എല്ലാ കാര്യവും അതിൽ നിന്ന് കിട്ടണം. അതായത് ലറബ റമീസ് എന്ന് പറഞ്ഞ് റമീസ് അടിച്ചു. അപ്പോൾ നമുക്ക് ഒരാളെ പറഞ്ഞാൽ ഓൻ ചോദിക്കും ആരടിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ ആടെ ചോദ്യം, അല്ലെങ്കിൽ യലിരിബു ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ എന്താവും അവിടെ യലിരിബുള്ള എന്താണ്? ഒരു ആയിബായിട്ടുള്ള ലമീറ, ഹാദറായിട്ടുള്ള ലമീർ അല്ലല്ലോ. യലിരിബ് എന്ന് വെച്ചാൽ ഹുവ, അവൻ അടിച്ചു. ഏതവൻ? അപ്പം ഒക്കെ ചോദിച്ചു. അപ്പം നമ്മളൊരു പരിപൂർണമായിട്ടുള്ള ജുംലക്കാണ് ഒരു സെൻറ്റൻസ് പറയുക. സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ പരിപൂർണമായിട്ട് എന്താവണം? മനസ്സിലാവുന്നതാണ്. അതപ്പോൾ ഇവിടുത്തെ ക്യാറ്റ് സാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച ഒളിച്ചു. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരാൾ ചോദിക്കും, മൂപ്പര് ചോദിക്കും എവിടെ ഒളിച്ചു എന്ന് ചോദിക്കും. നമുക്കത് അങ്ങനത്തെ ചോദ്യത്തിന് ഇടവരാത്തൊരു പരിപൂർണതയായ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുക? ജുംല എന്ന് പറയുന്നത്. അപ്പോൾ ദ ക്യാറ്റ് സാറ്റ് ഓൺ ദി മാറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചു എന്ന് കൂട്ടി. അപ്പോൾ പരിപൂർണ്ണമായി. അപ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടല്ലോ, പൂച്ച മാറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ക്യാറ്റ് എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റാണ്. ഓക്കെ, ഒളിക്കുക എന്നുള്ള ക്രിയ ചെയ്തത് ആരാണ്? പൂച്ചയാണ്. അതിനെക്കൊണ്ട് പൂച്ചയാണ് ഫായില്. ആ ഒലി എന്നുള്ള പ്രവർത്തനം വെർബ്, ആ ഫെയിലാണ്. ഓക്കെ, ആ ഒലിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഗ്യാപ്പ്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തിങ്ക് ഒരു ഐഡിയോ അല്ലെങ്കിൽ പേഴ്സൺ, ആ ഒരു റിസീവ് ചെയ്യുന്നത്, അതായത് ഒലിക്കർമ്മം എന്നുള്ള കാര്യം ചെയ്തത്, പ്രവൃത്തി ചെയ്തത് എവിടെയാണ്? ഓൺ ദി മാറ്റ്. അതിനെക്കൊണ്ട് മഫൂലായി, ഒബ്ജക്റ്റായി. ഓക്കെ, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കുക. നമ്മളിവിടെ അറബി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അറബി എന്താ വരിക? ഒളിക്കാനൊക്കെ ഒന്ന് അറബി അറിയാം. എന്താ പറയുക? യഈബു എന്നൊക്കെ ആണ് പറയാം. ഓബ യഈബുൽ കിത്ത. മാറ്റിൻ്റെ അറബി അറിയില്ല. ഓക്കെ, അറിയില്ല കേട്ടോ, ഞാൻ വേണം നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അറബി അത്ര ടഫുള്ളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ അറബിയിൽ ലിസാനിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഉദാഹരണം നോക്കുക കേട്ടോ നിങ്ങൾ. അതായത് ലിസാനിലുള്ള ഉദാഹരണങ്ങൾ നോക്കുക. ഇതുമായി ബന്ധപ്പെട്ടത് അറബിയിൽ. ഓക്കെ, ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞത് ദ ക്യാറ്റ് സാറ്റ് ഉണ്ട്. ഞാൻ വേറെ കുറേ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയോ, ദ ക്യാറ്റ് എന്നുള്ളത് ഫായിൽ, സാറ്റ് എന്നുള്ളത് ഫീലാണ്, ദ മാറ്റ് എന്നുള്ളത് മഫൂൽ. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ്. ഒരു സെൻറ്റൻസ് ഉണ്ടാകണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ വേണം? നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ വേണം പറയാം? സബ്ജക്റ്റ് വേണം, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ വേണം, ഒരു വെർബ് വേണം, ഒരു പ്രവർത്തനം വേണം, പിന്നെ ഒരു ഒബ്ജക്റ്റ്, ഒരു പ്രവൃത്തിയെ സ്വീകരിക്കാനുള്ള ഒരാളും കൂടെ. അതാണ് എന്തിൽ പറയാം നമ്മൾ ഇംഗ്ലീഷിൽ വേണ്ടത്. ഇനി അറബിക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഫെയിൽ വേണം അല്ലേ? ഒരു പ്രവർത്തനം വേണ്ടേ? ആ പ്രവർത്തനം ചെയ്യാൻ ഒരാൾ വേണം, ഫായിൽ വേണം. പിന്നെ ആ പ്രവർത്തനം സ്വീകരിക്കാൻ ഒരാൾ വേണം, മഫൂൽ വേണം.
ഓക്കെ, ഇത് രണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചാൽ മതി. ഫെയിൽ എന്നുള്ളത് വെർബാണ്, ഫായിൽ എന്നുള്ളത് പ്രവർത്തനം ചെയ്യുന്ന ആൾ. അപ്പോൾ ചിലപ്പോൾ ഇസ്മായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനോ മൃഗമോ അല്ലെ ഇവിടെ പറഞ്ഞില്ലേ അങ്ങനെ അല്ലെങ്കിൽ ഒരു വസ്തുവോ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, മഫൂൽ എന്തായിരിക്കും, എന്തെങ്കിലും പേഴ്സണോ അല്ലെ തിങ്ക് ഐഡിയ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മഫൂലും അല്ലേ. ഇവിടെ മാറ്റ് എന്നുള്ളതാണ് മഫൂല് അല്ലേ. മാറ്റ് ഒരു വസ്തു അല്ലേ. നമ്മൾ അടുത്ത ഉദാഹരണം നോക്കിയോ. സാറ ഈറ്റ്സ് ആൻ ആപ്പിൾ അല്ലേ. സാറ തിന്നു, ആപ്പിൾസ് അല്ലേ, ഈറ്റ്സ് തിന്നു ആൻ ആപ്പിൾ. അപ്പോൾ സബ്ജക്റ്റ് എന്നുള്ളത് സാറാണ് ഇവിടെ ആപ്പിള് തിന്നതില്ലേ. ആ തീറ്റ എന്നുള്ള പ്രവർത്തനത്തെ ചെയ്തത്, അതായത് നമ്മൾ ഫായിൽ ആരാണ്, സാറയാണ്. ഇവിടെ ഫെയിൽ ആരാണ്, പ്രവർത്തനം തിന്നുക എന്നുള്ള പ്രവർത്തനത്തിന് അല്ലേ ഈറ്റ്സ് എന്നുള്ളത് ആ ഫെയിലാണ്. യാക്കിലു അക്കല യാക്കിലു എന്ന് അറബി പറയാം. അക്കല ഇങ്ങനെ തിന്നുക അറബി പറയാം, അക്കല യാക്കിലു. ഓക്കെ, പിന്നെ പിന്നെ അല്ലേ എന്താ തിന്നതില്ലേ. ഒരു എന്തെങ്കിലും തിന്നാണ്ട് തീറ്റ എന്നുള്ള കാര്യം ചെയ്യണ എന്തെങ്കിലും വേണ്ടല്ലേ. എന്താണ് ഇപ്പോൾ ഒബ്ജക്റ്റ് എന്താണ്, മഫൂൽ എന്താണ് നമ്മൾ മഫൂൽ എന്നുള്ളത് ആൻ ആപ്പിൾ എന്നുള്ളതാണ്. പുട്ടിങ് ദെൻ ഇവിടെ അല്ലേ സാറാണുള്ളത് സബ്ജക്റ്റ്, ഈറ്റ്സ് വെർബ്, ആൻ ആപ്പിൾ എന്നുള്ളത് എന്താണ് ഒബ്ജക്റ്റ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. കുറേ ഉദാഹരണമുണ്ട്, ഞാൻ മനസ്സിലാക്കാനാണ്. അല്ലേ ഇനി നിങ്ങൾ നാളെ വരുമ്പം അല്ല സണ്ണ്, ഡോഗ്, സ്റ്റുഡൻറ്റ്, ബേർഡ്സ്, ഫ്ലവർ. ഞാൻ ഇതിനൊക്കെ ഉദാഹരണം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. സണ്ണിന് നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സൺ ഷൈൻ ബ്രൈറ്റ്ലി അല്ലേ. ഇവിടെ എങ്ങനെ വരിക, സണ്ണ് എന്നുള്ളത് എന്താണ് സബ്ജക്റ്റ്, ഷെയ്ൻ എന്നുള്ളത് ഫീലാണ് അല്ലേ. സണ്ണ് എന്തായാലും തിളങ്ങുന്നതാണ്, സൺ ഷെയ്ൻ ബ്രൈറ്റ്ലി. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്, സണ്ണാണ്. ഷെയ്ൻ എന്നുള്ളത് എന്താണ് അല്ലേ, തിളക്കുന്നുള്ളത് എന്താണ് വെർബാണ്. വെട്ടി തിളങ്ങുക, ബ്രൈറ്റ്ലി ഒന്നുകൂടും, അതായത് വർണ്ണിക്കുക എന്നാണ് പറയാം. അതിന് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, ഡോഗ് അല്ലേ, പട്ടി എന്താണ് കുരക്കുക. ഡോഗ് ബാക്സ് ലവ്ലി അല്ലേ. പട്ടി എന്തായാലും വളരെ 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 ഒച്ചത്തിൽ ഡോഗ് ലവ്ലി എന്തായാലും കുരക്കുക. ബാർക്ക് എന്നൊക്കെ കുരക്കാന്നാണ്. ഇപ്പം ഡോഗ് കുരക്കാന്നുള്ള പ്രവൃത്തി ചെയ്താരാ പട്ടി, അതിന് സബ്ജക്റ്റ് പറയും അല്ലേ. ബാക്സ് എന്നുള്ളത് എന്താണ് വെർബാണ് അല്ലേ, കുരക്കുക എന്നുള്ളത്. ലൗഡ്ലി എന്നുള്ളത് വളരെ ഒച്ചത്തിൽ അല്ലേ, ഒന്നുകൂടി ഉശിരോടെ പറഞ്ഞു, അതിന് ഒബ്ജക്റ്റ് വരും. ദ സ്റ്റുഡൻറ്റ് സ്റ്റഡി ഇൻ ദി ക്ലാസ് റൂം അല്ലേ. സ്റ്റുഡൻസ് ഉള്ളത് എന്താണ് സ്റ്റഡി ഉള്ളത് വെർബാണ്. ഓക്കെ അല്ലേ. പിന്നെ സ്റ്റുഡൻസ് എന്താണ് അല്ലേ, പഠിക്കുന്നത് ആരാണ്, സ്റ്റുഡൻസാണ്. എവിടുന്നാണ് പഠിക്കുന്നത്, ക്ലാസ് റൂം അല്ലേ, പഠിക്കാൻ സ്ഥലം വേണ്ട, അതിന് ഒബ്ജക്റ്റീവ്. ഇത് സബ്ജക്റ്റ്. ദ ബേർഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ അല്ലേ. പക്ഷികൾ പറക്കാൻ ഒരാൾ വേണം, ആര്, പക്ഷിയാണ് ഇവിടെ പറക്കുന്നത്. ഇവിടെ പറക്കുന്നുള്ളത് ഒബ്ജക്റ്റാണ്. അപ്പോൾ എന്താണ് മഫൂൽ. ഓക്കെ, സ്കൈ എന്നുള്ളത് എന്താണ് മഫൂലാണ്, ഫ്ലൈ എന്നുള്ളത് വെർബാണ്, ബേർഡ്സ് എന്നുള്ളത് എന്താണ് വെർബ് എന്ന് പറഞ്ഞാൽ ഫെയിലാണ്, ബേർഡ്സ് എന്നുള്ളത് ഫായിൽ എന്ന് വെച്ചാൽ സബ്ജക്റ്റ്. പിന്നെ ഫ്ലവേഴ്സ് ബ്ലൂം ഇൻ ദി ഗാർഡൻ അല്ലേ, വിരിഞ്ഞു എന്നൊക്കെ വേണം പറയാം. ഫ്ലവേഴ്സ് വിരിഞ്ഞു ഇൻ ദ ഗാർഡൻ അല്ലേ, ഗാർഡനിൽ വിരിഞ്ഞു. അപ്പം എന്താണ് ഫ്ലവേഴ്സ് എന്നുള്ളത് അല്ലേ, എന്താ വിരിഞ്ഞേ, ഫ്ലവറാണ് അല്ലേ. ആ വിരിയെന്നുള്ള പ്രവർത്തനം ചെയ്താരാ, ഫ്ലവർ. അപ്പോൾ സബ്ജക്റ്റ്. ബ്ലൂം എന്നുള്ള വെർബാണ് അല്ലേ. വിരിയൽ എന്നുള്ള ക്രിയയാണ്. ഓക്കെ, വിരിയാൻ സ്ഥലമാണല്ലോ അല്ലേ, ഗാർഡൻ, അതിന് ഒബ്ജക്റ്റ് പറയും. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒബ്ജക്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും പ്ലേസോ അല്ലെങ്കിൽ എന്തൊരു പേഴ്സണോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ എന്തെങ്കിലുമൊക്കെ. അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉദാഹരണങ്ങൾ തരാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ വേണം തരാം. അതായത് ചെയ്ത് പഠിച്ചാൽ പോലെ ഇത് വേണ്ട, ഞാൻ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ തരാം. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് എന്തിനെ കുറിച്ച് പറയാം, പെന്നിനെ കുറിച്ചൊരു ഇത് എഴുതി വരാം. പിന്നെ ബുക്കിനെ കുറിച്ച്, പിന്നെ സ്കൂൾ. ഇതിന് മൂന്നിനെക്കുറിച്ച് നാളെ ഒരു 3 സെൻറ്റൻസ്. അത്ര വളരെ സിമ്പിളാണ്. ഇവിടെ ഉണ്ടാക്കിയ സെൻറ്റൻസ് ഒക്കെ ടഫ് ഉണ്ടോ, ഇത്ര ആകെ ഒരു സെൻറ്റൻസ് പറയുന്നത് ഇത്ര വരി ഉണ്ടാവുള്ളൂ. ഇത്ര ഒരു സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ. ആകെ മൂന്ന് ഇതുണ്ടാവും. അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റും ഒരു ഇതും വെച്ച് അല്ലേ
ഒരു സബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് മൂന്നിനും ഓരോ ഉദാഹരണം അല്ലേ. ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടാവുക, ഫസ്റ്റ് സബ്ജക്റ്റ് പിന്നെ ഒബ്ജക്റ്റ് അല്ലേ, പിന്നെ വെർബ് പിന്നെ ഒബ്ജക്റ്റ്, അങ്ങനെയാണ് എന്തുണ്ടാവുക ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാവുക. അറബിയിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവുക, വെർബ് ഉണ്ടാവുക, രണ്ടാമത്തത് സബ്ജക്റ്റ്, പിന്നെ മൂന്നാമത്തത് ഒബ്ജക്റ്റ്, അങ്ങനെയാണ് അറബിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അറബിയിൽ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. അറബി 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 ഓക്കെടാ, കളർ മാറ്റാം. അറബിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫീല് വെർബ്, അതായത് ലറബ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ല, ലറബ അത് വെർബാണ്, ഒരു ഫീലാണ്. പിന്നെ ലറബ ഹാരിസ് എന്ന് പറയുമ്പോൾ ഫായിൽ അല്ലേ. ഇപ്പോൾ രണ്ടാമത്തത് സബ്ജക്റ്റ്, പിന്നെ ഫസ്റ്റത്തെ വെർബ്, ഓക്കെ. മൂന്നാമത്തത് മഫൂല്, അതായത് ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? അപ്പം ഇതാണ്. ഓക്കെ, അപ്പോൾ അറബിയിൽ ഇങ്ങനെയാണ്. ഓക്കെ, അറബീൻ്റെ രീതി ഇങ്ങനെയാണ്. ഇനി നമ്മൾ വേറെ ഏതാ ഇംഗ്ലീഷ് പറഞ്ഞു പോവാം. ഇംഗ്ലീഷിൽ ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ് അല്ല, പിന്നെ വെർബ്, പിന്നെ വെർബ് കഴിഞ്ഞാൽ ഏതാ വെർബ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ്. അതാണ് ഇംഗ്ലീഷിൻ്റെ രീതി. അറബീൻ്റെ ഫീല് ഫായില് മഫൂല്, ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഓക്കെ, സിമ്പിളായി മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് 3 ഉദാഹരണം ഇത് വരെ കേട്ടോ. എന്തിനൊക്കെ വേണം? പെന്നിനെ കുറിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക, പിന്നെ ബുക്കിനെ കുറിച്ച്, പിന്നെ സ്കൂളിനെ കുറിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന്, അതായത് ഇന്നത്തേക്ക് 5 വർക്ക് ഉണ്ടാവും. ഓക്കെ, 3 സെൻറ്റൻസും ഉണ്ടാക്കുക. പിന്നെ മറ്റേ നമ്മൾ ഇന്നലെ എഴുതിയില്ല ഡിസ്ക്രിപ്ഷൻ, അതിന് ഒന്നിന് മതി. നമ്മൾ എന്താ പറയുക, ഹോം, വീടിനെ പറ്റി ഇത്. ഓക്കെ, ഹോം, വീട്. ഓക്കെ, അപ്പോൾ ഹോമിനെ കുറിച്ച്, ഹോം എന്ന് പറയുമ്പം നമ്മൾ അറിയാത്ത കുറേ ഇംഗ്ലീഷ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഹോം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫാമിലി ഇല്ലേ, ചെറിയൊരു ഫാമിലി, അതായത് ഉപ്പ ഉമ്മ മക്കൾ, അത്ര അതിന് ഹോം എന്ന് പറയും. ഹൗസ് എന്ന് പറയുമ്പോൾ വലിയ ഫാമിലി താമസിക്കുന്നതിനാണ് ഹൗസ് എന്ന് പറയുക. ഇത് മനസ്സിലാക്കി വെച്ചത്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഭാവി പഠിക്കും ഇതൊക്കെ. ഹോം എന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബം, അതായത് ഉപ്പ ഉമ്മ മക്കളൊക്കെ താമസിക്കുന്നതിന് ഹോം, അങ്ങനത്തെ താമസിക്കുന്ന വീടിനാണ് ഹോം എന്ന് പറയുക. വലിയ കുടുംബം, അതായത് ഉപ്പാൻ്റെ ഏട്ടൻ, പെണ്ണുങ്ങൾ, അനിയന്, വല്യം, അങ്ങനെ കുറേ ആളൊക്കെ താമസിക്കുന്ന വീടിനാണ് ഹൗസ് എന്ന് പറയുക. രണ്ടും വ്യത്യാസമുണ്ട്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഹോമിനെ കുറിച്ച് എഴുതുക. ഓക്കെ, അത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ കേട്ടോ. ഡിസ്ക്രിപ്ഷനില്ലേ ഇന്നലെ എടുത്തേ വേർഡുകൾ എന്നിട്ട് അതിന് എഴുതാനൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി എഴുതുക. പിന്നെ ഇത് ഇന്നെടുത്തത് സെൻറ്റൻസ് മേക്കിംഗ്. ഓക്കെ, ഇത് വേണ്ട, ഇത് നമ്മളിപ്പോൾ ഉദാഹരണം എഴുതിയല്ലേ, നിങ്ങൾ എടുത്താലോ. ഓക്കെ, പിന്നെ ഇഫിൽ ഏതെനിക്കാണ് പറഞ്ഞത്, ഇഫിൽ ലീല ഫിഗുറേഷൻ, പിന്നെ എന്താ ലീല ഫിഗുറേഷൻ റൈറ്റ്. ഓക്കെ, അത് എന്താക്കാം പഠിക്കാം. ഇഫിൽ നമുക്ക് വെള്ളിയാഴ്ച ടെസ്റ്റ് ചെയ്യാം. ഇഫിൽ വൈവ മോഡലൊക്കെ വെള്ളിയാഴ്ച അറിയാം. പിന്നെ നമ്മളെ പുതുതായി ചേർന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, 3-4-5 കുട്ടികളുണ്ട്. പിന്നെ തമിഴ്നാട്ടുകാർ, ഓലൊക്കെ ഒന്ന് ഉഷാറായി പഠിക്കട്ടോ. നമുക്ക് വെള്ളിയാഴ്ച വൈവ അടുത്തുമ്പോൾ എന്താക്കുക പൂർണ്ണമായിട്ട് ചോദിക്കുക. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷന് എല്ലാവരും പഠിച്ചു വെക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലല്ലോ, നെയിം, ലൊക്കേഷന്, ഫാമിലി, എഡ്യൂക്കേഷൻ, പിന്നെ ഹോബീസ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ശ്രദ്ധിച്ച് മലയാളത്തിൽ പ്രധാനമായിട്ടും മലയാളം വരിക കേട്ടോ. മലയാളത്തിലാണ് പരിചയപ്പെടുത്തലൊക്കെ വരിക, ഇംഗ്ലീഷൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം ഇൻ്റർവ്യൂവിന് വരുന്ന ആളെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം രണ്ടും പഠിച്ചു വെക്കുക. മലയാളമായിട്ടൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇംഗ്ലീഷ് പഠിച്ചോളി, ചിലപ്പോൾ ചോദിച്ചാൽ പിന്നെ കുടുങ്ങണ്ടല്ലോ. ഓക്കെ, പിന്നെ ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാവരും കൈ വെക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 2 പേജ് അല്ല പെർഫെക്ഷനോടുകൂടി ഓതുക. പിന്നെ ജനറൽ നോളജിൽ എന്താക്കുക, പത്രം വായിക്കുക ദിവസവും. പിന്നെ ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തങ്ങന്മാരെ കുറിച്ചാണ്. തങ്ങന്മാരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ഫോട്ടോ എഴുതിയിരുന്നു, ഫോട്ടോ അനലൈസേഷൻ എന്ന് സാധനം. അതായത് ഫോട്ടോ എന്നിട്ട് പേര് എഴുതാനൊക്കെ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വല്ലതും തങ്ങന്മാരെ കുറിച്ചൊക്കെ വന്നുകൊണ്ട് ഞാൻ ഇക്കൊല്ലം ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് വരാൻ വിചാരിച്ചിട്ടാണ് എന്തൊക്കെ ചെയ്തത്,
ബാക്കിയുള്ള ആൾക്കാരെ ഫോട്ടോ ഒക്കെ ചെയ്തത്. അപ്പം എന്താക്കുക, തങ്ങന്മാരെ കുറിച്ചുള്ള ഫോട്ടോൻ്റെ ഒരു PDF ഞാൻ അയച്ചുതരാം. ഓക്കെ, പേരും കാര്യങ്ങളൊക്കെ അപ്പം പഠിച്ചു വെക്കുക. പിന്നെ സംസ്ഥാന നേതാക്കന്മാരെ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു, അതും ഞാൻ എന്താക്കുക നമുക്ക് ചെയ്യാം. പിന്നെ മാത്സിൽ നമുക്ക് എന്താക്കുക, നാളെ പെരുന്നാളാണെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടാവില്ല, മറ്റന്നാൾ വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടാവും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നമുക്ക് മാത്സ് എടുക്കാം. മാത്സ് വരുമ്പോൾ പിന്നെ ശനി മുതൽ മദ്രസ തുടങ്ങാം. അപ്പോൾ മദ്രസ നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളി. ഞാൻ ക്ലാസ് എടുക്കാൻ കാത്തുക്കുന്നു. ലിസാൻ നോക്കുക, ഞാനില്ലേ ലിസാനിൽ വേർഡ്സുകൾ ഉണ്ടാവും. അല്ല, നമ്പേഴ്സ് എങ്ങനെ ഇതിൻ്റെ രൂപങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്താൽ ഫെയിലി ഫായില് മഫൂലിനെ കുറിച്ച് പഠിക്കുക. പിന്നെ പിന്നെ പ്രധാനപ്പെട്ട വേർഡ്സുകളെ കുറിച്ച്, അറബിപരമായി ബന്ധപ്പെട്ട വേർഡ്സുകൾ. പിന്നെ 5ാം ക്ലാസ് പ്രധാനമായിട്ട് നോക്കിപ്പോയാൽ മതി. 5ഉം 4ഉം 5ാം ക്ലാസ് ലിസാന് വളരെ പ്രാധാന്യം കൊടുക്കുക. ലിസാനും താരീഖിനും ഫിഖിനും. ഓക്കെ, ഇത് 3നും വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ഒരു മടിയില്ല, ഇന്ന് പഠിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തെന്ന കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്തായാലും ഞാൻ ക്ലാസ് എടുക്കും. എന്നാലും താരിയൊക്കെ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ OMR ഷീറ്റിൽ ഈ മദ്രസ താരിയാണ് കൂടുതലുണ്ടാവില്ല. കാരണം നമ്മളെ ഈ നബിമാരെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്താ ചെയ്യുക, നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളി, കാത്തു നിൽക്കണ്ട. അപ്പം വളരെ കൃത്യമായിട്ട് എന്താക്കുക, ഇതുവരെ എടുത്ത് ഉഷാറായി പഠിക്കുക. വെള്ളിയാഴ്ച നമുക്ക് എന്താക്കാം, ഒരു ടെസ്റ്റോ കാര്യങ്ങളൊക്കെ നടത്താം, വൈവ മോഡൽ. അപ്പം നമ്മൾ വൈവേൻ്റെ എല്ലാ സെഷനും തീർത്തിട്ടുണ്ട്. അത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള വൈവ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ എക്സാം OMRും നമ്മൾ ജനറൽ നോളജ് കംപ്ലീറ്റ് ആക്കി. ഇനി ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെ റിട്ടേൺ എക്സാമിൽ നമ്മളിപ്പോൾ സെൻറ്റൻസ് മേക്കും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫോട്ടോൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് മദ്രസപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്സും കാര്യങ്ങളും നോക്കാനുള്ളൂ. അപ്പം ഞാൻ ഓൺലൈനാണ് എടുക്കുന്നത്, ഓഫ്ലൈനല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ പറ്റിക്കുന്നില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഉഷാറായി പഠിച്ചെന്താവും കിട്ടും. കാരണം കുറച്ച് പോരായ്മകൾ നമ്മൾ ഉണ്ടായാൽ മതി. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസിന് തന്നെ ഉത്തരം കിട്ടാണ്ടായി നമ്മൾ ഔട്ടായി. കാരണം അത്രയും കുട്ടികൾ പൂർണ്ണമായിട്ട് എഴുതിയോണ്ടാവും. അതായത് ഞാനില്ല 10, 5000, 6000 ആൾക്കാർ എഴുതുമ്പോൾ നമ്മൾ 1, 2, 3 ഉത്തരങ്ങൾ വിട്ടുപോയാൽ, പരീക്ഷയിൽ വിട്ടുപോയാൽ എന്താവും, കഴിഞ്ഞ് നമ്മളപ്പോൾ ചിലപ്പോൾ ഔട്ടാക്കും. അപ്പം വളരെ കൃത്യതയോടുകൂടി എന്താക്കുക, ഉഷാറോടുകൂടി പരീക്ഷ ചെയ്താൽ എല്ലാവരും മാനസികമായിട്ട് തയ്യാറാവുക. ഓക്കെ, അപ്പോൾ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം മദ്രസയിൽ നമ്മൾ ടപ്പേന്ന് പറഞ്ഞ് തീർത്തരും. പിന്നെ നമ്മൾ പരീക്ഷേൻ്റെ തലേന്ന് എക്സാം എഴുതേണ്ട രീതിയും കാര്യങ്ങൾ. കാരണം OMR ഷീറ്റിലൊക്കെ പോരായ്മ സംഭവിച്ചാൽ കഴിഞ്ഞ്. അതായത് OMR ഷീറ്റൊക്കെ നമ്മൾ ഉസ്താദ്മാർ പരീക്ഷ പേപ്പർ നോക്കുന്ന രീതിയിൽ നോക്കുക. അത് ഒരു മെഷീനിൽ വെച്ചിട്ടാണ് OMR ഷീറ്റൊക്കെ പരീക്ഷ വാലുവേറ്റ് ചെയ്യുക. അതായത് പരിശോധിക്കുക. അതിൽ ആ മെഷീന് നമ്മളെ പേപ്പർ റീഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഔട്ടായി. അപ്പം അത്രയും സൂക്ഷിച്ചു. അതൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം ഒരു ഡൗട്ടും ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഡൗട്ടും കാര്യം ഉണ്ടാക്കുക, ക്ലിയർ ചെയ്യുക. അപ്പം ഹാജരെല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, ക്ലാസ് എല്ലാവരും കേൾക്കുക. എന്നിട്ട് എന്താക്കുക, ഈ സെൻറ്റൻസ് നിങ്ങൾ എന്താക്കുക 12:30 ഉള്ളിൽ അയച്ചു തരിക. സെൻറ്റൻസ് ഈ 3 ബുക്ക് പെന്ന് ബുക്ക് സ്കൂളിനെ കുറിച്ചുള്ള 3 സെൻറ്റൻസ് അയച്ചു തരിക. ഈ ഹോമിനെ കുറിച്ച് രാത്രിത്തേക്ക് അയച്ചു തരിക. പിന്നെ ഇന്നലെ എഴുതാൻ തന്ന 2 എണ്ണം അത് എന്തായാലും നിർബന്ധമായിട്ട് എഴുതി തരാം. അല്ലെങ്കിൽ ഞാൻ വിളിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്താക്കുക, അത് എഴുതുക. ഡൗട്ട് കാണുന്നത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.